പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന മറ്റൊന്ന്, ചാരപ്രവൃത്തി ആരോപിച്ച് തടവിലായിരുന്നവരുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചിരുന്നില്ലേ? 8 മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയച്ചിട്ടുണ്ട്. മലയാളിയായ രാകേഷ് ഗോപകുമാറും ഇവരിൽ ഉൾപ്പെടും. ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഖത്തർ അമീറിന്റെ നിർദ്ദേശപ്രകാരമാണ് മോചനം. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. भारत माता की जय, भारत माता की जय, भारत माता की जय. Waited almost 18 months to be back in India. We're extremely grateful to the Honorable Prime Minister Sri Narendra Modi ji. It certainly wouldn't have been possible without his personal intervention and that equation with the Emir of Qatar. I think we are grateful to the Government of India from the bottom of our heart for every effort that has been made. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. ഏതായാലും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. ചാരവൃത്തി ആരോപിച്ച് തടവിലായിരുന്നവരെയൊക്കെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. എന്ത് തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇന്ത്യ ഇതിനായി നടത്തിയത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഉഭയകക്ഷി ചർച്ചകളുടെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. 2002 ഓഗസ്റ്റിലാണ് ചാരവൃത്തി ആരോപിച്ച് 8 മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ അറസ്റ്റ് ചെയ്തത്. അവർ ജോലി ചെയ്ത അൽ ദഹ്റ എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കിടെ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി. മുങ്ങിക്കപ്പലിൻ്റെ ചില വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അത് ഇസ്രായേലിന് കൈമാറി എന്നതാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം. എന്തായാലും 2023 മാർച്ച് മാസം മുതൽ മാർച്ച് മാസത്തിൽ ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വീണ്ടും വലിയ ഇടപെടലുണ്ടാവുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ഖത്തറിൽ വെച്ച് ചർച്ച ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം തുടർച്ചയായി വിദേശകാര്യ മന്ത്രാലയം ഖത്തറുമായി സംസാരിക്കുകയും അതിനെ തുടർന്ന് ആദ്യം വധശിക്ഷ റദ്ദാക്കുകയും തടവ് ശിക്ഷ മാത്രം മതി എന്ന് കോടതി വിധിക്കുകയും പിന്നീട് അതിനുശേഷം ഇന്ന് ആ 8-7 പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണുള്ളത്. ഒരാൾ കൂടി ഉടൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും. അതായത് 8 പേരെയും വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ 7 പേർ ഇന്ത്യയിലെത്തി, ഒരാൾ കൂടി ഉടനെ എത്തും. മലയാളിയായ തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാറും വിട്ടയക്കപ്പെട്ടവരിലുണ്ട്. എന്തായാലും അടുത്ത കാലത്ത് ഇന്ത്യ നേടിയ വലിയ നയതന്ത്ര വിജയം.